ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ദേവസ്വം ബോർഡ് വീണ്ടും തുറന്നത്. 24 ന്യൂസ് ഇമ്പാക്ട് MG പ്രതീഷ് വിവരങ്ങൾ നൽകുന്നു. പ്രതീഷ്, നമ്മുടെ വാർത്ത കണ്ടിട്ടാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു തീരുമാനം മാറ്റിയത്? ശബരിമലയിൽ 20-ാം തീയതിയാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. ഈ അയ്യപ്പ സംഗമ ദിവസം സാധാരണ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുതെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇതുൾപ്പെടെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ 19, 20 തീയതികളിലെ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ ദേവസ്വം ബോർഡ് ബ്ലോക്ക് ചെയ്തത്. 19, 20 തീയതികളിൽ സാധാരണ ഭക്തർക്ക് ഈ ദർശനത്തിന് ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട 24 വാർത്തയും നൽകിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ ബ്ലോക്ക് ദേവസ്വം ബോർഡ് മാറ്റിയിരിക്കുന്നു. ആ കടുത്ത നിയന്ത്രണം ദേവസ്വം ബോർഡ് ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 19, 20 തീയതികളിൽ ഇന്ന് ഈ ദർശനത്തിനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം വീണ്ടും ദേവസ്വം ബോർഡ് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ സ്ലോട്ടുകളുടെ എണ്ണം കുറവാണ് എന്നതാണ് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അയ്യപ്പ സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് ഈ ദർശന സൗകര്യം ഒരുക്കാൻ സാധാരണ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. അതാണ് വലിയ വിവാദങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ളത്. ഈ സാധാരണഗതിയിൽ മാസപൂജകൾക്ക് വലിയ ഭക്തർ എത്തില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് നൽകുന്നത്. പക്ഷേ അപ്പോഴും സാധാരണഗതിയിൽ അനുവദിക്കുന്ന വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ അനുവദിക്കാതെ സാധാരണ ഭക്തർക്ക് ദേവസ്വം ബോർഡ് നിയന്ത്രണം എത്തുന്നു എന്നുള്ള വിമർശനവും ശക്തമാണ്. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.